ആശയങ്ങളെ വളച്ചൊടിക്കരുത്. ഉള്ളതുപോലെ പറയാം. ചില യൂട്യൂബ് നടത്തുന്ന മനുഷ്യന്മാരോട് എനിക്ക് പറയാനുള്ളത് അതാണ്. ചില ക്യാപ്ഷൻ കൊടുക്കും, ഇതങ്ങോട്ട് ചൊല്ലിയാൽ നിങ്ങൾക്ക് മട്ടന്നൂർ ഇത്ര സൗകര്യം കിട്ടും, ആഖിറത്ത് പോയാൽ ഇന്നത് കിട്ടും, നാട്ടിൽ ചെന്നാൽ ഇന്നത് കിട്ടും, ഇത് ചൊല്ലിയാൽ നിങ്ങളുടെ എല്ലാ കാര്യം രക്ഷപ്പെടും. അത് തുറന്നു നോക്കി ആ സംഗതിയിൽ പറയുന്നുണ്ടാവില്ല. അപ്പൊ അടച്ചവനെ പറ്റിക്കലായാലും ഒരു 30 മിനിറ്റ് കേട്ടു നോക്കുമ്പോൾ 1 മണി ആ പറഞ്ഞ വിഷയം ഈ എഴുതിയ പോയിന്റ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പൊ എന്തിനാണെന്നറിയോ? ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. ആളുകളുടെ വ്യൂവേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ ഇയാൾക്ക് പൈസ കിട്ടും. അപ്പൊ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് ഇതാ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുന്നിട്ട് 2 ആളെ ഫോട്ടോ വെക്കുക, അപ്പുറം ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിവാദമാണ്. ഒരു വിവാദം ഉണ്ടാവില്ല. പറഞ്ഞ വിഷയം എഴുതിയ ടൈറ്റിലും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. റമദാൻ മാസത്തിൽ വരെ അത് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. എന്തിനെന്നറിയോ? പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പാതകമാണത്. ആലിമീങ്ങൾ, ഉസ്താദുമാര്, തങ്ങന്മാരും സയ്യിദന്മാരും അത് പറയുന്നവരൊക്കെ ഫോട്ടോ അപ്പുറം വെച്ചിട്ട് അങ്ങനെ അടിച്ചിറക്കുന്ന ഓരോന്ന് എന്തെങ്കിലും നുണയായിട്ട് ടൈറ്റിലും വെക്കും. നമ്മളൊന്നും പിന്നെ പറയാൻ പോവാറില്ല. ചെയ്യുന്നവര് ചെയ്യട്ടെ എന്ന് വിചാരിക്കല. അതിന് പറയാന്നിട്ട് എന്താ കാര്യം? അവരുടെ തിരുത്തൊന്നുമില്ല. അവര് അടുത്ത വീഡിയോ ഒന്നും അതിനും വേറെ ക്യാപ്ഷട്ട് വിടും. അവർക്ക് പൈസ ഉണ്ടാക്കണമെന്നേ ഉണ്ടാവുള്ളൂ. അസ്ദഖുഹു, ഉള്ളതേ പറയാവൂ. ഉള്ളത് പറഞ്ഞോളൂ, ഇല്ലാത്തത് പറയരുത്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അറിഞ്ഞോ ആള് വിചാരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന്? അവലാ ശഖഖത ഖൽബഹു,